الله تعالى وبركاته. الحمد لله وكفى والصلاة والسلام على سيدنا المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد. ഏറ്റവും സ്നേഹാദരങ്ങൾ നിറഞ്ഞ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേൾക്കുന്നതും നമ്മുടെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ സ്വാലിഹായ സൽക്രമമായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. പ്രത്യേകമായി ഇന്നിങ്ങനെ ഒരു സംസാരം കാലടി എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിച്ച് വിട പറഞ്ഞു പോയ കുഞ്ഞുമരക്കാർ മുസ്ലിയാർ എന്ന വലിയ ഒരു സ്വാലിഹായ മഹാമനീഷിയെ കുറിച്ച്, അവരുടെ ജീവിതത്തിലെ നല്ല ഓർമ്മകൾ പങ്കുവെക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത്. അവർ ജീവിച്ച് മരണപ്പെട്ട് 3 ആണ്ടുകൾ കഴിഞ്ഞു കിടക്കുമ്പോഴും അവരുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് സൽഗുണങ്ങൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. ആ സൽഗുണങ്ങളൊക്കെ നമുക്ക് മാതൃകാപരമാണ്, നമുക്ക് പ്രചോദനമുള്ളതുമാണ്. അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സൽഗുണമാണ് ഉലമാഇനോടുള്ള വല്ലാത്ത ഒരു ഇഷ്ടം. അത് ചെറിയ മുതഅല്ലിമീങ്ങളായ കുട്ടികളാണെങ്കിലും അവരോട് വലിയ ഒരു താല്പര്യവും സ്നേഹവുമായിരുന്നു. ഉലമാക്കളെ എവിടെ കണ്ടാലും, ചെറിയ ഒരു പിഞ്ചു മുതഅല്ലിമാണെങ്കിലും അവരെ കണ്ടാൽ പ്രത്യേകമായി പരിഗണിക്കുകയും അവരോട് സ്നേഹം പ്രകടിപ്പിക്കുകയും അവരോട് കൂടുതൽ സഹവസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു രീതി വല്ലിപ്പായുടെ സ്വഭാവത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും: കുൻ ആലിമൻ ഔ മുതഅല്ലിമാ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ ലഹും വലാ തകുനിൽ ഖാമിസാ. ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുൻ ആലിമാ, നിനക്കൊരു പണ്ഡിതനാവാൻ കഴിയുമെങ്കിൽ നീ ഒരു പണ്ഡിതനാവുക. ഔ മുതഅല്ലിമാ, ഒരു ഇൽമ പഠിക്കുന്ന, ഒരു ഇൽമിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയൊരു പണ്ഡിതനാവാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഔ മുതഅല്ലിമാ, നീ ഒരു അറിവ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാവ്. ഔ മുസ്തമിഅ, അതിനും നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ പണ്ഡിതന്മാരുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നവരാകെ, അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരാകെ. അതിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഔ മുഹിബ്ബൻ ലഹും, അവരോട് ഇഷ്ടം പ്രകടിപ്പിക്കുന്നവനാകെ, അവനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവനാകെ, അവരെ ആദരിക്കുന്നവനാകെ. വലാ തകുനിൽ ഖാമിസാ, ഈ ഒരു 4 വിഭാഗമല്ലാതെ 5ാമത്തെ വിഭാഗത്തിൽ നീ പെട്ടുപോകരുത്. അങ്ങനെ ഒരു 5ാമത്തെ വിഭാഗത്തിൽ നീ പെട്ടുകഴിഞ്ഞാൽ ഫതഹ്ലികാ, നീ നശിച്ചു പോകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഹദീസിനെ നമ്മൾ വിശദീകരിച്ചു നോക്കുമ്പോൾ, ബഹുമാനപ്പെട്ട കുഞ്ഞുമരക്കാർ മുസ്ലിയാർ എന്ന് പറയുന്ന നമ്മുടെ വല്ലിപ്പായുടെ ജീവിതത്തിൽ ഈ ഒരു 4 ഗുണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു വലിയൊരു പണ്ഡിതനല്ലെങ്കിലും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരുന്നു. അവരുടെ ചെറുപ്പകാലത്ത് പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനുശേഷം അവർ ഉലമാക്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടെ ശ്രദ്ധിക്കുന്നവരായിരുന്നു. ആ ഉലമായിനോട് വല്ലാത്ത സ്നേഹം വെച്ച് പുലർത്തുന്നവരായിരുന്നു. ഹബീബുന മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ 4 വിഭാഗത്തിലും അവർ പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ആണ്ടുദിനവുമായി ബന്ധപ്പെട്ട് പല ഉസ്താദുമാരെയും അറിയിച്ചപ്പോ ആ ഉസ്താദുമാരൊക്കെ പറഞ്ഞു, ബഹുമാനപ്പെട്ട കുഞ്ഞുമരക്കാർ മുസ്ലിയാർ ഞങ്ങളോട് വല്ലാത്ത സ്നേഹമുള്ളവരായിരുന്നു, ഞങ്ങളുടെ ഒരു മുഹിബായിരുന്നു, ഞങ്ങളോട് വല്ലാത്ത ഇഷ്ടം പ്രകടിപ്പിച്ചവരായിരുന്നു എന്ന് പല ഉസ്താദുമാരും ആ ഒരു ഓർമ്മകൾ പങ്കുവെച്ച് പ്രാർത്ഥന നടത്തിയത് ഓർത്തുപോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരൊരു ആലിമായി മാറിയപ്പോഴും അവരുടെ മകനെ ഒരു ആലിമാക്കി വളർത്തി. 5 പെൺമക്കളുണ്ട്. ആ 5 പെൺമക്കളുണ്ടായിരിക്കെ ഒരു ആൺകുട്ടിയെ പരിശുദ്ധമായ ദീൻ പഠിക്കാനുള്ള ആ മേഖലയിലേക്ക് തിരിച്ചുവിട്ടു. ആ പരിശുദ്ധമായ ദീനിനോടും ഉലമാക്കളോടുമുള്ള സ്നേഹമായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തമ്മിലുള്ള ഒരു സംഭവം പറയുകയാണ്. ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവരൊക്കെ വലിയ പണ്ഡിതന്മാരാണ്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുമ്പോ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹി എഴുതുന്നവരാണ്, കർമ്മശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ളവരാണ്, തജ്വീദ് കൃത്യമായി അറിയുന്നവരാണ്, അതുപോലെ തന്നെ അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട വലിയ പണ്ഡിതനാണ്. ഇങ്ങനെ എല്ലാ നിലയിലും കഴിവ് തെളിയിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുകയാണെങ്കിൽ അവരും വലിയ പണ്ഡിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യപുത്രനാണ്. ആ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ഒട്ടകപ്പുറത്ത് കയറി വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചുകൊണ്ട് ഒരടിമയെ പോലെ വഴിയിലൂടെ നടന്നു നീങ്ങുകയാണ്. ഈ രംഗം കണ്ടപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യപുത്ര, ഇങ്ങനെ ഒരു അടിമയെ പോലെ എന്റെ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് നീങ്ങിപ്പോകല്ലേ, എന്തൊരു പ്രവർത്തനമാണ് അങ്ങ് ചെയ്യുന്നത്, അങ്ങ് ആ ഒട്ടകത്തിന്റെ കയറ് വിട്ടേക്കൂ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടിയാണ്. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഹാദാ ഉമിർനാ അൻ നഫ്അല ബിഉലമാഇനാ വകുബറാഇനാ. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു കൊടുക്കുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വലിയവരോടും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാരോടും ഇങ്ങനെ വർദ്ധിക്കാനാണ് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പണ്ഡിതനായ അങ്ങ് വന്നപ്പോ അങ്ങയുടെ ഒട്ടകത്തിന്റെ കയറും പിടിച്ചുകൊണ്ട് ഒരു അടിമയെ പോലെ ഞാൻ നടന്നു നീങ്ങിയത്. ഇത് പറഞ്ഞു കേട്ടപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് മുട്ടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഹകദാ ഉമിർനാ അൻ നഫഅല ബി അഹ്ലി ബൈതി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി തങ്ങളുടെ അഹ്ലു ബൈത്ത്, നബി തങ്ങളുടെ കുടുംബക്കാരോട് ഇങ്ങനെ പ്രവർത്തിക്കാനാണ് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നബി തങ്ങളുടെ കുടുംബക്കാരാകുമ്പോൾ അവരോട് സ്നേഹം പ്രകടിപ്പിക്കണം, അവരുടെ കൈ പിടിച്ച് മുത്തണം. ഈ ഒരു രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ പറഞ്ഞ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. ഉലമാക്കളെ ആദരിക്കണം, പണ്ഡിതന്മാരോടുമായി സ്നേഹം പ്രകടിപ്പിക്കണം. ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലായത് അതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വല്യപ്പ മരക്കാർ മുസ്ലിയാർ എന്ന് പറയുന്ന നമ്മുടെ വല്യപ്പ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധമായ ദീനിനെയും ഉലമാക്കളെയും അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. അവരോടൊക്കെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. എപ്പോഴും അവരുടെ സദസ്സുകളുണ്ടെങ്കിൽ ആ സദസ്സുകളിലൊക്കെ കൃത്യമായി പങ്കെടുക്കാറുണ്ടായിരുന്നു.
രണ്ടാമത്തെ അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിനയം എന്നുള്ളത്. ഞാനൊരു പണ്ഡിതനാണ് എന്നുള്ള ആ ഒരു അഹങ്കാരം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എപ്പോഴും വിനയാന്വിതനായിട്ടാണ് കടന്നുപോയിരുന്നത്. ഒരാളോടും അഹങ്കാരമോ അഹംഭാവമോ ഇല്ല. ഞാനെന്നൊരു ഭാവം മനസ്സിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അത്രമേൽ പരിശുദ്ധമായ ജീവിതമായിരുന്നു അവിടുത്തേത്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. മുഅ്മിനീങ്ങൾക്കുണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനാ. അല്ലാഹുവിന്റെ പരിശുദ്ധരായ അടിമകളുണ്ടല്ലോ, മുഅ്മിനീങ്ങളായ ആളുകളുണ്ടല്ലോ, അവർ ഭൂമിയിലൂടെ നടക്കുന്നത് പോലും വളരെ വിനയത്തോടുകൂടെയാണ്. ഒരു അഹങ്കാരമോ ഒരു ഞാനെന്ന ഭാവമോ ഇല്ലാതെ വളരെ താഴ്മയോടുകൂടെയാണ് അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുക. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വിവരദോഷികളായ ആളുകൾ അവരോട് തർക്കിക്കാൻ വന്നാൽ, അവരോട് സംസാരിക്കാൻ വന്നാൽ ഖാലൂ സലാമാ, സമാധാനത്തിന്റെ വാക്കാണ് അവർ പറയുക. തന്നോട് തർക്കിക്കാവുന്നവരോട് അങ്ങോട്ട് തിരിച്ചു തർക്കിക്കുന്ന ശൈലി അവർക്കില്ല. വിനയാന്വിതനായിട്ടാണ് അവർ ഭൂമിയിലൂടെ നടന്നു പോകുക. മാത്രമല്ല, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. അവരുടെ ദിനരാത്രങ്ങൾ എങ്ങനെയാണ്? അവിടെ രാത്രിയെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, രാത്രിയെല്ലാം അവർ നിസ്കരിക്കുന്നവരായിട്ടാണ് കഴിച്ചു കൂട്ടുക. രാത്രിയിൽ അധിക സമയം അവർ നിസ്കരിക്കുന്നവരാണ്. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. വല്ലദീന ഇദാ അൻഫഖൂ, അവരെന്തെങ്കിലും ചെലവഴിക്കുകയാണെങ്കിൽ ലം യുസ്രിഫൂ, അവർ ധൂർത്താക്കുകയില്ല. വലം യഖ്തുറൂ, അവർ പിശുക്ക് കാണിക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമാ, രണ്ടിന്റെയും ഇടയിലുള്ള മിതമായ രീതിയാണ് അവർ അവലംബിക്കുക. അവർ ചെലവഴിക്കുകയാണെങ്കിൽ ഓവറായി ധൂർത്തായി അനാവശ്യമായി ചെലവാക്കുകയില്ല, പിശുക്ക് കാണിക്കുകയുമില്ല. ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു ചെലവാക്കലാണ് അവരുടേത്. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, ഒരിക്കലും തന്നെ അസത്യത്തിന് സാക്ഷിയായി മാറൂല. വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ, എന്തെങ്കിലും അല്ല അനാവശ്യങ്ങൾ കണ്ടാൽ മർറൂ കിറാമാ, അവർ മാന്യനായി നടന്നു പോകും. ആ അനാവശ്യമായ പ്രവർത്തനങ്ങളിലൊന്നും അവർ പങ്കുചേരുകയില്ല. വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാനാ. പരിശുദ്ധമായ ഖുർആൻ കൊണ്ടുള്ള ഉത്ബോധനങ്ങൾ കേട്ടാൽ ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാനാ, ഒരിക്കലും അവർ അശ്രദ്ധ കാണിക്കുകയില്ല, ഒരിക്കലും അവർ അവഗണന കാണിക്കുകയില്ല. ശ്രദ്ധയോടുകൂടെ പരിശുദ്ധമായ ഖുർആനിന്റെ ഉത്ബോധനങ്ങൾ അവർ ശ്രവിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്. മുഅ്മിനീങ്ങൾക്കുണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങളെ പറ്റിയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ വല്ലിപ്പായെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ഈ പറയുന്ന ഗുണങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞ എല്ലാ ഗുണങ്ങളും അവരുടെ ജീവിതത്തിലുണ്ട്. അവരെ നടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ്, തല താഴ്ത്തി പിടിച്ചുകൊണ്ടാണ് അവരുടെ സഞ്ചാരം.
അവരൊരിക്കലും തന്നെ അഹങ്കാരത്തിന്റെ നടത്തം നടന്നിട്ടില്ല. ഞാൻ വലിയൊരു പണ്ഡിതനാണ്, ഞാൻ വലിയവനാണ് എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ നടത്തം ഒരിക്കലും അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പലപ്പോഴും പള്ളിയിലേക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നടന്നു പോകുമ്പോൾ തല താഴ്ത്തി പിടിച്ച് വളരെയധികം വിനയത്തോടു കൂടെയാണ് അവർ സഞ്ചരിച്ചിരുന്നത്. വിനയം മുഖമുദ്രയാക്കി ജീവിതത്തിലൂടെ കടന്നുപോയവരാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ആർത്തിയില്ലാതിരിക്കുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. ഇത് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ മുഅ്മിനീങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഗുണമാണ്. ഒരുപാട് സമ്പത്ത് വേണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് സ്വത്തുക്കൾ വേണമെന്നോ ഇങ്ങനെ ദുന്യവിയായ യാതൊരുവിധ ചിന്തയുമില്ലാതെ അല്ലാഹു എന്താണോ നൽകിയത് അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആ ഒരു ജീവിതം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. അന്യരുടെ കയ്യിലുള്ള സമ്പത്ത് വേണമെന്നോ അവരുടെ സമ്പാദ്യങ്ങൾ വേണമെന്നോ അല്ലെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും തന്നിലേക്ക് ആവാഹിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾ, അതിനെപ്പറ്റിയുള്ള ചിന്തകൾ, ഇതൊന്നും തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ദുന്യവിയായ മോഹം തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയില്ല. ആഖിറത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നമുക്ക് പഠിക്കാം. ഒരാൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഞാനൊരു പ്രവർത്തനം ചെയ്താൽ അത് അല്ലാഹുവിന് ഇഷ്ടമാകണം, അതുപോലെ തന്നെ ജനങ്ങൾക്കും ഇഷ്ടമാകണം. അല്ലാഹുവിനും ജനങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനം എനിക്ക് പറഞ്ഞു തരണം. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇസ്ഹദ് ഫിദ്ദുനിയാ യുഹിബ്ബുകല്ലാഹ് വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുകന്നാസ്. നബി തങ്ങൾ പറയുകയാണ്, ഇസ്ഹദ് ഫിദ്ദുനിയാ, ദുനിയാവിനെ നീ ത്യജിക്കുക, ദുനിയാവിലുള്ള എല്ലാവിധ സുഖസൗകര്യങ്ങളുടെയും പിന്നാലെ പോകാതിരിക്കുക. എന്നാൽ യുഹിബ്ബുകല്ലാഹ്, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടണമെങ്കിലുള്ള പ്രവർത്തനം എന്താണെന്നറിയോ? വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ അടുത്തുള്ള എല്ലാവിധ സമ്പത്തും സമ്പാദ്യങ്ങളും ആഗ്രഹിക്കാതെ അവരുടെ പക്കലുള്ളതിനെ കുറിച്ച് ചിന്തയില്ലാതെ നീ കടന്നുപോയാൽ യുഹിബ്ബുകന്നാസ്, എല്ലാ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും നിന്നോട് വലിയ താല്പര്യമുണ്ടാകും. ബഹുമാനപ്പെട്ട നമ്മുടെ വല്യപ്പായുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, യാതൊരുവിധ ദുനിയാവിയായ ചിന്തകളുമില്ലാതെ കടന്നുപോയവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രീതി അവർക്ക് ലഭ്യമായിട്ടുണ്ടാകാം. എത്രയോ ആളുകളാണ് അവരെ ഇഷ്ടപ്പെട്ടത്, എത്രയോ ആളുകളാണ് അവരുടെ മരണത്തിൽ പൊട്ടിക്കരഞ്ഞത്, എത്രയോ ആളുകളാണ് അവരെ കുറിച്ച് നന്മ മാത്രം പറഞ്ഞത്. അവരെത്ര നല്ല മനുഷ്യനാണ്, അവർ എത്ര നല്ലവരാണ്, ഒരാൾക്ക് പോലും ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല, എല്ലാവരോടും നല്ലതുപോലെ പുഞ്ചിരിച്ച് ജീവിച്ച മനുഷ്യനാണ്. എത്ര പേർക്കാണ് നന്മ പറയാനുള്ളത്, എത്ര പേരാണ് അവരെ പറ്റി പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞത്. എല്ലാ ജനവിഭാഗങ്ങളും എല്ലാ ആളുകളും അവരെ പറ്റി എത്രയോ നന്മകളാണ് പറഞ്ഞത്. അതാണ് യുഹിബ്ബുകന്നാസ്, ജനങ്ങളുടെ പക്കലുള്ളതിനെ ആഗ്രഹിക്കാതിരുന്നാൽ യുഹിബ്ബുകന്നാസ്, ജനങ്ങളെല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ശിഷ്യന്മാരെ തന്നെ ഉപയോഗപ്പെടുത്തിയാൽ എത്രയോ വലിയ സമ്പത്ത് ഉണ്ടാക്കാം, എത്രയോ വലിയ വീട് കെട്ടാം, സുഖസൗകര്യത്തോടുകൂടെ ജീവിക്കാം. അവരെ പഠിപ്പിച്ച എത്രയോ മദ്രസയിലെ ശിഷ്യന്മാരുണ്ട്.
അവർ എത്രയോ വലിയവരുണ്ട്, ഗൾഫിൽ ജോലി ചെയ്യുന്നവരുണ്ട്, നാട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട്, എത്രയോ ഉന്നതി പ്രാപിച്ച ആളുകളുണ്ട്, എത്രയോ പണക്കാരുണ്ട്. അവരുമായി ഒന്ന് സമീപിച്ചാൽ അവർക്ക് സുഖസുന്ദരമായി ജീവിക്കാം. പക്ഷേ അതിനൊന്നും അവര് മുതിർന്നില്ല. ജനങ്ങളുടെ പക്കലുള്ള സമ്പത്ത് കൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല. അല്ലാഹു തനിക്ക് നൽകിയത് എന്താണോ അതുകൊണ്ട് ജീവിക്കുക. അത് എത്ര കുറഞ്ഞതാണെങ്കിലും അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ ശുക്ർ പറഞ്ഞുകൊണ്ട് ജീവിക്കുക. ഇങ്ങനെയുള്ള ഒരു ശൈലിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ വല്യപ്പായുടെ ജീവിതത്തിലുണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹറാമിൽ വളരെയധികം സൂക്ഷ്മത. ഹറാമായ സംഭവങ്ങൾ അത് പ്രവർത്തനങ്ങളാണെങ്കിലും വാക്കിലാണെങ്കിലും എല്ലാം കൃത്യമായ സൂക്ഷ്മത പുലർത്തിയിരുന്നു. ഒരു ഹറാമായ സമ്പത്ത് തന്റെ സമ്പത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ തന്റെ ശരീരത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ തന്റെ മക്കളുടെ പേരക്കുട്ടികളുടെ തന്റെ കുടുംബത്തിലെ ആളുകളുടെ ശരീരത്തിൽ പെടുന്നത്, ഇതെല്ലാം വളരെ ഭയത്തോടുകൂടെ അവർ കണ്ടിരുന്നു. ഈ ഒരു സമയത്ത് ഞാൻ ഓർത്തു പോകുന്നത് ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും സുബ്ഹിക്ക് പള്ളിയിൽ ജമാഅത്തിന് ഉണ്ടാവാറുള്ള സഹാബിയാണ്. ജമാഅത്തിന് വന്നാൽ ജമാഅത്ത് കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞാണ് തിരിച്ചു പോകാറ്. പക്ഷേ കുറച്ചു നാളുകളായി അബൂ ദുജാന റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ എണീറ്റ് കൊണ്ട് ഓടുകയാണ്. എവിടേക്കാണ് ഓടുന്നത് എന്നറിയൂല. പല സ്വഹാബികളും വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നമ്മുടെ അബൂ ദുജാനക്ക് എന്ത് പറ്റിയെന്നറിയില്ല. സുബഹിക്ക് ജമാഅത്തിന്റെ പള്ളിയിൽ ഉണ്ടാകാറുണ്ട്. ഇവിടുത്തെ ജമാഅത്ത് കഴിഞ്ഞ് പ്രാർത്ഥന നിർവഹിച്ച് അദ്ദേഹം മടങ്ങാറുണ്ടായിരുന്നത്. പക്ഷേ കുറഞ്ഞ ദിവസങ്ങളായി അദ്ദേഹം പ്രാർത്ഥനയ്ക്കിരിക്കാതെ ഓടുകയാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അല്ലയോ അബൂ ദുജാന, നിനക്ക് അല്ലാഹുവിനോടൊന്നും പറയാനില്ലേ? നിനക്ക് അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും നിനക്ക് ലഭിക്കാനില്ലേ? അല്ലാഹുവിനോട് നിനക്ക് പ്രാർത്ഥിക്കാനില്ലേ? എന്തുകൊണ്ടാണ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഓടിപ്പോകുന്നത്? നേരെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എനിക്ക് അല്ലാഹുവിനോടൊന്നും ചോദിക്കാനില്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ പ്രാർത്ഥനയോട് എനിക്ക് വെറുപ്പുണ്ടായത് കൊണ്ടല്ല. നബിയേ, ഒരേ ഒരു കാര്യമുണ്ട് നബിയേ. അതെന്താണ് നബിയേ? ഞങ്ങൾ കുറച്ച് ദിവസമായി പട്ടിണിയിലാണ്. ഞാൻ മാത്രമല്ല, എന്റെ മക്കളടക്കം പട്ടിണിയിലാണ് നബിയേ. അവർക്ക് വിശപ്പടക്കാ ഒരു നിലക്കുള്ള ഭക്ഷണമില്ല നബിയേ. എന്റെ അയൽവാസിയായ ഒരു ജൂതനുണ്ട്. ആ ജൂതന്റെ പറമ്പിലുള്ള ഒരു വൃക്ഷമുണ്ട്, ഒരു ഈത്തപ്പന വൃക്ഷം. അതിൽ ഈത്തപ്പന കാഴ്ച നിൽക്കുന്നുണ്ട്. പഴുത്ത ഈത്തപ്പഴം അതിലുണ്ട്. പലപ്പോഴും കാറ്റടിക്കുമ്പോൾ അതിലുള്ള ഈത്തപ്പഴം എന്റെ പറമ്പിലേക്ക് വന്നു വീഴുന്ന നബിയേ. ഒന്നും കഴിക്കാൻ ഒരു ഭക്ഷണവും ലഭിക്കാത്ത വളരെ വിശന്നവരായി കഴിയുന്ന എന്റെ മക്കള്, ആ മക്കള് ഇത് എടുത്തുകൊണ്ട് ഭക്ഷിക്കുന്ന നബിയേ. ഒരു ദിവസം ഞാൻ ജമാഅത്ത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് വന്നപ്പോ എന്റെ ആ ചെറിയ മക്കളതാ ആ അയൽവാസിയുടെ പറമ്പിൽ നിന്നും എന്റെ പറമ്പിലേക്ക് വീണിട്ടുള്ള ഈത്തപ്പഴം എടുത്തുകൊണ്ട് ഭക്ഷിച്ചു നബിയേ. ഒരു ഹറാമല്ല നബിയേ. അത് അവരുടെ വായയിൽ ഞാൻ കൈയിട്ട് കൊണ്ട് പുറത്തോട്ടെടുത്ത് നബിയേ. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അവർ കരയുന്നുണ്ട്. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട് നബിയേ. അതുകൊണ്ടാണ് നബിയെ ഞാൻ എന്റെ വീട്ടിലേക്ക് ഇത്ര ധൃതിയോടുകൂടെ പോകുന്നത്. ഈ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവത്തിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ വല്യപ്പായുടെ ചരിത്രം നമ്മൾ പരിധി നോക്കുമ്പോൾ ഒരു ഹറാമ് തന്റെ ജീവിതത്തിലേക്ക് വരുന്നത് വലിയ ഭീതിയോടുകൂടെ കണ്ടിരുന്നു. അയൽവാസിയുടെ വീട്ടിലുള്ള, അത് കുടുംബക്കാരനായ അയൽവാസിയാണെങ്കിൽ പോലും
അവിടുത്തെ മാവിൽ നിന്ന് വീഴുന്ന മാങ്ങ പോലും എടുക്കുമ്പോൾ ചെറുപ്രായത്തിൽ ഒന്നും തിരിയാത്ത നമ്മളോട് വരെ വല്യപ്പ പറഞ്ഞിരുന്നു, അത് അന്യരുടെ മുതലാണ്, അതെടുക്കരുത്, അതെടുത്തു കഴിഞ്ഞാൽ അത് ഹറാമാണ്, അതിന്റെ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും, അതുകൊണ്ട് അതെടുക്കരുത് എന്ന് പറഞ്ഞ് വളരെ ശക്തമായ താക്കീത് നൽകിയത് ഞാൻ ഇന്നും ഓർത്തു പോവുകയാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെറിയ കുട്ടികളായ നിലയ്ക്ക് ഹറാം ഹലാൽ എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലുള്ള ചെറിയ കുട്ടികളായ നമ്മളൊക്കെ വല്യപ്പായുടെ കൂടെ പള്ളിയിലേക്കും മറ്റൊക്കെ പോകുമ്പോൾ റോഡിൽ വീണ് കിടക്കുന്ന സാധനങ്ങളൊക്കെ പെറുക്കിയെടുക്കുമ്പോൾ വളരെ കണിശമായി തന്നെ പറയാറുണ്ട്, അത് എടുക്കരുത്, അത് നമുക്ക് പറ്റിയതല്ല, നമുക്ക് എടുക്കാൻ പാടില്ല, അങ്ങനെ പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിച്ച ചരിത്രങ്ങൾ, സംഭവങ്ങൾ ഈ ഒരു സമയത്ത് ഞാൻ ഓർത്തു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കി അനുഗ്രഹിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പെട്ടെന്ന് ഓർത്തെടുത്ത് ഞാൻ പോവുകയാണ്, വളരെ വിശാലമായി വിശദീകരിക്കുന്നില്ല. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം, ഒരു സൽഗുണമാണ് കുടുംബബന്ധങ്ങൾ ചേർക്കുക. ആ കുടുംബബന്ധങ്ങൾ ചേർക്കുന്നതിൽ അതീവ സന്തുഷ്ടനായിരുന്നു, വല്ലാതെ താല്പര്യം ആ വിഷയത്തിൽ കാണിച്ചിരുന്നു. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഓർത്തു പോവുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സറഹു അൻ യുൻസത ലഹു ഫീ റിസ്ഖിഹി ഔ യുൻസഅ ലഹു ഫീ അസരിഹി ഫല്യസിൽ റഹിമഹു ഔ യുൻസഅ ലഹു ഫീ അസരിഹി. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ആരെങ്കിലും അവനക്ക് ഭക്ഷണ വിശാലത ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഔ യുൻസഅ ലഹു ഫീ അസരിഹി, അവനക്ക് അവന്റെ ജീവിതത്തിൽ ബറക്കത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫല്യസിൽ റഹിമഹു, അവനവന്റെ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ. ഈ ഒരു ഹദീസ് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണോ അവരവരുടെ ജീവിതം ക്രമീകരിച്ചത് എന്ന് ഓർത്തുപോവുകയാണ്. പലപ്പോഴും കുടുംബബന്ധം ചേർക്കുന്നതിൽ വല്ലാത്ത കണിശത പുലർത്തിയിരുന്നു, വല്ലാത്ത ആവേശം കാണിച്ചിരുന്നു. റമളാൻ മാസമായി കഴിഞ്ഞാൽ നോമ്പുതുറ സൽക്കാരമുണ്ടാകും, അതിലെല്ലാം വളരെ കൃത്യതയോടുകൂടി നമ്മെ എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കാറുണ്ടായിരുന്നു. ആ കൊറോണയുടെ സമയം വന്നു, അന്ന് പോലും കൃത്യതയോടുകൂടെ എല്ലാവിധ സാഹചര്യങ്ങളും ഒരുങ്ങാതെ പോയപ്പോഴും ആ നോമ്പുതുറ കൃത്യമായി നടന്നത് ഓർത്തുപോവുകയാണ്. അതുപോലെ തന്നെ പെരുന്നാൾ ദിനങ്ങൾ വന്നാൽ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വലിയ ഒരു സൽക്കാരം നടത്താറുണ്ട്. ഇങ്ങനെ തന്റെ കുടുംബത്തിലെ എല്ലാ ആളുകളെയും വിളിച്ച് ആ ഒരു സൽക്കാരം നടത്തി ആ കുടുംബ ബന്ധം ഊഷ്മളമാക്കുന്ന പ്രവർത്തനങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അയൽപക്ക ബന്ധം. നമ്മളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. അയൽവാസികളോടുള്ള ആ ഒരു ബന്ധം എപ്പോഴും അവർ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അയൽപക്കത്ത് മുസ്ലിമീങ്ങളായ ആളുകളുണ്ട്, അമുസ്ലിമീങ്ങളായ ആളുകളുണ്ട്. പക്ഷേ ആ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് പോലും പ്രത്യേകമായ പരിഗണനയും അവരെ പ്രത്യേകമായി ശ്രദ്ധിക്കാറുമുണ്ടായിരുന്നു. വീട്ടിലൊക്കെ പലപ്പോഴും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയാൽ അവർക്കത് കൊണ്ടുകൊടുക്കും, അവരുമായി കുശലാന്വേഷണം നടത്തും, അവരുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കും, അവരുമായി സംസാരത്തിൽ ഏർപ്പെടും. ഇതൊക്കെ കൃത്യമായി പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാൻ കഴിയും. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പ്രാവശ്യം പറഞ്ഞു, വല്ലാഹി ലാ യുമിൻ, വല്ലാഹി ലാ യുമിൻ, വല്ലാഹി ലാ യുമിൻ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഒരു മനുഷ്യൻ മുഅ്മിനാവുകയില്ല. അത് 3 പ്രാവശ്യം പറഞ്ഞു. ഇപ്പോൾ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ അവരാരാണ്? അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലദീ ലാ യഅമനു ജാറുഹു ബവായിഖഹു, അല്ലദീ ലാ യഅമനു ജാറുഹു ബവായിഖഹു. മുഅ്മിനാവാത്തവനാരെന്നറിയോ? തന്റെ അയൽവാസി അവന്റെ ബുദ്ധിമുട്ടിനെ തൊട്ട് നിർഭയനായിട്ടില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മുഅ്മിനല്ല, ആ മനുഷ്യൻ മുഅ്മിനല്ല, ആ
മനുഷ്യൻ മുഅ്മിനല്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഏതൊരു മനുഷ്യനും അവന്റെ അയൽവാസിയോട് ബുദ്ധിമുട്ട് കാണിക്കാതിരുന്നാൽ, തന്റെ അയൽവാസിനെ പ്രയാസപ്പെടുത്താതിരുന്നാൽ അവനാണ് യഥാർത്ഥ മുഅ്മിൻ. അതുകൊണ്ട് തന്നെ ആ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അയൽപക്ക ബന്ധം അത് വളരെ സുദൃഢമായിരുന്നു. അവസാന കാലഘട്ടത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് രോഗബാധിതനായി കിടക്കുമ്പോൾ പോലും അവരുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയുണ്ടായിരുന്നു. സംസാരിക്കാൻ പോലും പ്രയാസങ്ങൾ അനുഭവപ്പെട്ട് വളരെയധികം മാരകമായ രോഗം പിടിപെട്ടപ്പോഴും പുതിയ ഒരു വീടിരിക്കൽ പ്രോഗ്രാം ഉണ്ടായപ്പോൾ പോലും അതിലുണ്ടാക്കിയ ഭക്ഷണം തന്റെ അയൽപക്കക്കാരിയായ ഹൈന്ദവ മതത്തിൽപ്പെട്ട ആ സഹോദരിക്ക് കൊടുത്തോ എന്നുള്ളത് സംസാരിക്കാൻ പോലും പ്രയാസപ്പെട്ടിട്ടും എഴുത്തിലൂടെ അത് എഴുതി ചോദിച്ചത് ഇപ്പോഴും ഞാൻ ഓർത്തു പോവുകയാണ്. അങ്ങനെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയം, സംസാരിക്കാൻ പോലും പ്രയാസമുണ്ട്, എന്നിരുന്നാലും എഴുതിക്കൊണ്ട് ആ കാര്യങ്ങൾ ചോദിച്ച് അവർക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ വേണ്ടി പറഞ്ഞ രംഗം ഇന്നും ഞാൻ ഓർത്തു പോവുകയാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് തന്റെ ശരീരത്തെ കാർന്നു തിന്നുന്ന ആ രോഗത്തിനോട് മല്ലിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അയൽവാസികളെയും അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെ പ്രത്യേകമായി ശ്രദ്ധിക്കുവാനും ഭക്ഷണം കൊടുക്കുവാനൊക്കെ കുടുംബക്കാരോട് പറഞ്ഞ് അതിനുള്ള ഒരു പ്രോത്സാഹനം, ഒരു പ്രേരണ നൽകിയത് ഇന്നും മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിശേഷണം, ഒരു സൽഗുണം, എല്ലാവരോടും ഒരു ഇണക്കം, എല്ലാവരെ കണ്ടാലും ഒരു കുശലാന്വേഷണം നടത്തുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹബന്ധം, ആരോടും മനസ്സിൽ ഒരു വെറുപ്പോ വിദ്വേഷമോ ഇല്ല. എപ്പോഴും എല്ലാവരെ കണ്ടാലും പുഞ്ചിരിക്കുന്ന ഒരു പ്രകൃതം, ഉള്ളിൽ വെറുപ്പ് വെച്ച് പുറത്ത് പുഞ്ചിരിക്കുന്ന ആ ഒരു ശൈലിയല്ല, അകവും പുറവും എല്ലാം ഒരുപോലെയായി എല്ലാവരോടും സ്നേഹത്തോടു കൂടെ കഴിഞ്ഞു. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ്, അൽ മുഅ്മിനു, ഒരു മുഅ്മിനി എന്ന് പറഞ്ഞാൽ യഅലഫു വയുലഫു, അവൻ ഇണങ്ങുകയും ഇണക്കപ്പെടുകയും വേണം. വലാ ഖൈറ ഫീമൻ ലാ യഅലഫു വലാ യുലഫു, ഇണങ്ങുകയും ഇണക്കപ്പെടുകയും ചെയ്യാത്തവനിൽ യാതൊരുവിധ ഖൈറുമില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് മുഅ്മിനാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇണക്കത്തോടു കൂടെ കഴിയണം, പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ വേണം. ആ ഒരു ശൈലി, ആ ഒരു രീതി നമ്മുടെ വല്യപ്പായുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആരെ എവിടെ നിന്ന് കണ്ടാലും അവരെ പരിചയപ്പെടും, ആ കുശലാന്വേഷണം നടത്തും. പിന്നീട് എവിടെ വെച്ച് കണ്ടാലും ആ പരിചയം പുതുക്കും. ഏതൊക്കെ നാട്ടിൽ പോയാലും അവിടെയുള്ള ആളുകളൊക്കെ അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്മാരായി മാറും. ആരെ കണ്ടാലും എല്ലാവരോടും അവരുടെ വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കും, അവരുടെ മക്കളെ കുറിച്ച് അന്വേഷിക്കും, എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിക്കൽ പതിവായിരുന്നു. അങ്ങനെ എല്ലാവരുമായി ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്നു. വളരെ നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ടുന്ന, എന്നാൽ നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോകുന്ന ഒരു ഗുണമാണ് നിസ്കാരത്തിൽ ശ്രദ്ധ പാലിക്കാതിരിക്കാൻ. ഇത് ജീവിതകാലത്ത് ആരോഗ്യമുള്ള സമയത്തും ആരോഗ്യമില്ലാത്ത സമയത്തൊക്കെ കൃത്യമായി നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഉണർത്തുന്നുണ്ട്, വഅ്മുർ അഹ്ലക ബിസ്സലാഹ് വസ്തബിർ അലൈഹാ, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക. വസ്തബിർ അലൈഹാ, അങ്ങനെ നിങ്ങളുടെ കുടുംബക്കാരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. ഭാര്യമാരോട്, മക്കളോട്, മറ്റു കുടുംബക്കാരോടൊക്കെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ഉപദേശം കൊടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ചിലപ്പോൾ അവരുമായി നമ്മൾ ശണ്ട കൂടേണ്ടി വരും, നമ്മൾ ശബ്ദമുയർത്തി സംസാരിക്കേണ്ടി വരും, ചിലപ്പോൾ പിണങ്ങേണ്ടി വരും. ഇങ്ങനെ പല ജാതി പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷേ വസ്തബിർ അലൈഹാ, എന്തെന്നെ വന്നാലും നിങ്ങൾ അതിന്റെ മേൽ നിങ്ങൾ ക്ഷമിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ ആയത്തിറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു
അവർ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്താറുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാത്രി നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞാൽ രാത്രി സുബഹിയോടടുത്ത സമയത്ത് അവർ എണീക്കും. എന്നിട്ടോ അവർ നിസ്കരിക്കും. അവരുടെ നിസ്കാരം കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തെ വിളിച്ചുണർത്തും. എന്നിട്ട് അവരോട് പറയും നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്, നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും എണീക്കും, എല്ലാവരും എണീക്കും എന്ന് പറഞ്ഞ് അവരൊക്കെ എണീപ്പിക്കും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മാത്രം നിസ്കരിച്ചു പോകാൻ എന്നൊരു ശൈലിയല്ല. കുടുംബക്കാരെ മൊത്തം എണീപ്പിച്ച് അവരോടൊക്കെ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ഒരു പ്രകൃതം, ഒരു ശൈലി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. എന്നിട്ട് ഈ പറഞ്ഞ എന്ന് പറയുന്ന ആയത്ത് അവരെ ഓതി കേൾപ്പിക്കും. ഇതുപോലെ തന്നെയാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ശൈലിയും. ഈ ഒരു ആയത്ത് ഇറങ്ങിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും അവിടുത്തെ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകും. അവിടെ പോയി ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചു നിർത്തും. എന്നിട്ട് പറയും അൻഫുസകും വഅഹ്ലീകും നാറാ. അവരെല്ലാവരെയും വിളിച്ചു നിർത്തിക്കൊണ്ട് പരിശുദ്ധമായ എന്ന് തുടങ്ങുന്ന ആയത്തുകളൊക്കെ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കും. മഹാന്മാരായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ശൈലിയാണ്. അവർ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പാലിക്കും. അതോടൊപ്പം അവരുടെ കുടുംബക്കാരെയും ഒക്കെ വിളിച്ചുണർത്തൽ പതിവായിരുന്നു. ഈ ഒരു ശൈലി നമ്മുടെ വല്യപ്പായുടെ ജീവിതത്തിൽ നമുക്കൊന്ന് കാണാൻ കഴിയും. അതിരാവിലെ എണീറ്റുകൊണ്ട് പള്ളിയിലേക്ക് പോകും. തഹജ്ജുദ് നിസ്കരിച്ച് പ്രഭാത കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് ഒരു 3 മണി 4 മണിയാവുമ്പോഴൊക്കെ തന്നെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകും. ആ പോകുന്ന സമയത്ത് വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു നിർത്തിക്കൊണ്ടാണ് പള്ളിയിലേക്ക് പോകാറ്. അത് മകനെന്നോ മകളെന്നോ മരുമകനെന്നോ മരുമകളെന്നോ യാതൊരു വ്യത്യാസവുമില്ല. കുടുംബത്തിൽ ആരൊക്കെയാണ് ഉള്ളത് അവരെല്ലാവരെയും വിളിച്ചുണർത്തും. എല്ലാവരും എണീറ്റ് എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമാണ് പള്ളിയിലേക്ക് പോകാറുണ്ടായിരുന്നത്. ചിലപ്പോഴൊക്കെ കുട്ടികളായ നമ്മളൊക്കെ വീണ്ടും തന്നെ അവിടെ തന്നെ കിടക്കും. പള്ളിയിൽ നിന്ന് ജമാഅത്തൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ വളരെ വിനയത്തോടുകൂടെ മാത്രം പെരുമാറുന്ന, ആരോടും തന്നെ തർക്കിക്കുകയോ ശണ്ട കൂടുകയോ ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ ഉണ്ടാക്കാതെ വളരെ സൈലന്റായി കഴിഞ്ഞു പോകുന്ന വല്യപ്പ ഈ ഒരു വിഷയത്തിൽ മാത്രം വളരെയധികം കണിശത പുലർത്തുകയും നിസ്കരിക്കാതിരുന്നാൽ അല്ലെങ്കിൽ നേരത്തെ എണീക്കാതിരുന്നാൽ വളരെയധികം ശക്തമായ ഭാഷയിൽ തന്നെ ചീത്ത പറയുന്നതും അതിന്റെ ദോഷങ്ങളൊക്കെ ഉണർത്തി തരുന്നതും ഒക്കെ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് വല്യപ്പ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക. വേറെ ഒരു വിഷയത്തിലും വല്യപ്പ ഇങ്ങനെ ശക്തമായി ദേഷ്യം പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിസ്കാരം കൃത്യമായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ, പള്ളിയിലേക്ക് ജമാഅത്തിന് പോയിട്ടില്ലെങ്കിൽ, സുബഹിക്ക് നേരത്തെ എണീറ്റിട്ടില്ലെങ്കിൽ ഇതിനൊക്കെ വീട്ടുകാരെ കൃത്യമായി ഉപദേശിക്കുകയും അവരെ ചീത്ത പറയുകയും അതിന്റെ ദോഷങ്ങളെ ഉണർത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് നന്മകൾ സമ്മേളിച്ച വ്യക്തിയായിരുന്നു നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധിയായ വല്യപ്പ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ മുഖത്ത് എപ്പോഴും പുഞ്ചിരി ഉണ്ടായിരുന്നു, മുഖപ്രസന്നത. ആരോടും തന്നെ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞവരാണെങ്കിലും ശരി, അവരോട് അങ്ങോട്ട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാറില്ല. അവരോട് പോലും പുഞ്ചിരിയോടുകൂടെയാണ് പെരുമാറിയിരുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൽഗുണത്തെ പറ്റി പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ പുഞ്ചിരിക്കുന്ന ഒരാളായിട്ടാണ് നബി തങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ പുഞ്ചിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് ചെറിയ പുഞ്ചിരി പോലും സമ്മാനിക്കുന്നത് അത് നിനക്ക് സദഖയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ശൈലി അവിടുത്തെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു.
എല്ലാവരോടും പുഞ്ചിരിയും എല്ലാവരോടും മുഖപ്രസന്നതയോടുകൂടെ മാത്രമാണ് പെരുമാറിയിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സ്വഭാവമാണ് ഖുർആൻ പാരായണം. ഇത് കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും സുബഹിക്ക് ശേഷം ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും പരിശുദ്ധമായ റമളാൻ വന്നാൽ ആ റമളാനിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും ഒക്കെ കണിശമായ ഒരു നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുകയും അതിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യാറുള്ളതോടൊപ്പം തന്നെ തന്റെ കുടുംബക്കാരുടെ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തിയിരുന്നു. തന്റെ കുടുംബക്കാർ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടോ, തന്റെ മക്കള്, തന്റെ പേരക്കുട്ടികള്, തന്റെ ഭാര്യ, ഇവരൊക്കെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നവർ കൃത്യമായി ആ കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പലപ്പോഴും കുട്ടികളായ നമ്മളൊക്കെ വീട്ടിൽ ചെന്നാൽ പരിശുദ്ധമായ ഖുർആൻ ഓതാതെ കളിച്ചിരി തമാശകളിൽ ഏർപ്പെട്ടാൽ വളരെ ഗൗരവത്തോടുകൂടെ അതിന്റെ ദോഷങ്ങളെ ഉണർത്തിക്കൊണ്ട് സംസാരിക്കാറുണ്ടായിരുന്നു. പലപ്പോഴും ഖുർആൻ ഓതാൻ വേണ്ടി പ്രേരണകൾ നൽകാറുണ്ടായിരുന്നു. അങ്ങനെ പരിശുദ്ധമായ ഖുർആനുമായി ജീവിച്ചുപോയ ഒരു വലിയ മഹാവ്യക്തിയാണ് നമ്മുടെ പരിശുദ്ധമായ ഖുർആനിൽ തന്നെ മുഅ്മിനീങ്ങളുടെ ഗുണങ്ങളെ പറ്റി അല്ലാഹു ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചു പോയി. എന്താണ് മുഅ്മിനീങ്ങൾ വിജയിക്കാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നിസ്കരിക്കുമ്പോൾ ഭയഭക്തിയുള്ളവരാകും. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യമായ കാര്യങ്ങൾ ഉണ്ടായാൽ അതിൽ നിന്നൊക്കെ അവർ പിന്തിരിഞ്ഞു പോകും. അനാവശ്യ കാര്യങ്ങളിൽ അവർ സംസാരിക്കാറില്ല, അനാവശ്യ കാര്യങ്ങൾ പ്രവർത്തിക്കാറില്ല. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅദിഹിം റാഊൻ, അവരുമായി ചെയ്ത ഉടമ്പടി, അമാനത്തുകൾ, ഇതിലൊക്കെ കൃത്യമായ സൂക്ഷ്മത പാലിക്കാറുള്ളവരാണ് അവർ. വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠതയുള്ളവരാണവർ. ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ് യഥാർത്ഥ അനന്തരാവകാശികൾ. അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗമുണ്ടല്ലോ, അത് അനന്തരാവകാശമായി ലഭിക്കുന്നവർ അവർക്കാണ്. ഹും ഫീഹാ ഖാലിദൂൻ, എന്നെന്നും അതിലവർ ശാശ്വതരായി നിലകൊള്ളുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞ എല്ലാവിധ ഗുണങ്ങളും അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഈ എല്ലാ ഗുണങ്ങളും സമ്മേളിച്ച മഹാവ്യക്തിയായിരുന്നവർ. അതുപോലെ തന്നെ ഈബത്ത് പറയുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും പറയുക, ഇത് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് ചോദിക്കുകയാണ്, അതദറൂന മൽ ഗൈബ, ഓ സ്വഹാബികളെ, ഗൈബത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയുമോ? അന്നേരം അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, ഞങ്ങൾക്കറിയൂല്ല നബിയേ, അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും അറിയാം. നേരം നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, നിന്റെ സഹോദരന് ഇഷ്ടമില്ലാത്ത നീ അവനെ പറ്റി പറയലാണ് ഗൈബത്ത്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ഞങ്ങൾ പറയുന്ന ആ തെറ്റുകളുണ്ടല്ലോ, ഞങ്ങൾ പറയുന്ന ആ ന്യൂനതകളുണ്ടല്ലോ, അത് ഞങ്ങളുടെ സഹോദരനുള്ളതാണെങ്കിലോ നബിയേ? അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ നിങ്ങളുടെ സഹോദരനുള്ള തെറ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ അവനെ പറ്റി ഗൈബത്ത് പറഞ്ഞോ. വഇല്ലം യകുൻ ഫീഹി, അവനിൽ നിങ്ങൾ പറയുന്ന ആ തെറ്റുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ പറ്റി പറയുകയാണെങ്കിൽ, ഇല്ലാത്തത് പറയുകയാണെങ്കിൽ, നിങ്ങൾ അവനെ പറ്റി നിങ്ങൾ കളവ് പറഞ്ഞു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഒരാളെ പറ്റിയും ഗൈബത്തോ നമീമത്തോ പറയുന്ന ഒരു ശൈലി അവരുടെ ഭാഗത്തുണ്ടായിരുന്നില്ല. ഒരാളെ പറ്റിയും അങ്ങനെ മോശമായ അഭിപ്രായങ്ങൾ പറയാറുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മരണപ്പെട്ടുകൊണ്ട് മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുപോയി വെച്ചപ്പോൾ മയ്യത്ത് നിസ്കാരം കഴിയുന്ന സമയത്ത് അതിന്റെ മുമ്പായി പള്ളിയിലെ ഉസ്താദ് പറഞ്ഞൊരു സംഭവം ഓർത്തു പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം.
ബഹുമാനപ്പെട്ടവരെപ്പോഴും അങ്ങനെയുള്ള ഗീബത്ത് പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാറുണ്ടായിരുന്നു. ആളുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗീബത്ത് പറയുകയാണെങ്കിൽ അതിൽ പങ്കുചേരാതെ അവരതിൽ നിന്ന് വളരെ തന്ത്രപരമായി രക്ഷപ്പെട്ടു പോകാറാണ് പതിവ്. ആ ഗീബത്ത് പറയുന്നതിൽ അതിൽ കൂടി അവരോടൊപ്പം പങ്കുചേരുകയില്ല. ഇങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ കടന്നുപോയത്. ഒരിക്കലും തന്നെ പരുക്കമായ സ്വഭാവം അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയില്ല. എപ്പോഴും സൗമ്യത മാത്രമാണ്. ഒരിക്കലും തന്നെ ഒരാളോട് ദേഷ്യപ്പെട്ടതായിട്ട് അങ്ങനെ ഒന്നും നമുക്ക് കാണാനേ കഴിയില്ല. എല്ലാവരോടും നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പുഞ്ചിരി, ആ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള സംസാരവും പ്രവർത്തനവും മാത്രമായിരുന്നു. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്നുണ്ട്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലിയൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. നബിയേ, നിങ്ങൾ കരുണ ചെയ്യുന്നത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്നാണ്. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കരുണ കൊണ്ടാണ് നിങ്ങൾ ആളുകളോട് സൗമ്യമായി പെരുമാറുന്നത്. ആ ഒരു സൗമ്യത നിങ്ങൾ പ്രകടിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ആളുകളൊക്കെ എന്നേക്കുമായി നിങ്ങളെ ഒറ്റപ്പെടുത്തി പോയേനെ. ഒരാൾ പോലും നിങ്ങളോട് കൂട്ടുകൂടാനോ സഹവസിക്കുവാനോ തയ്യാറാകുമായിരുന്നില്ല. ആ ഒരു നിലയ്ക്ക് വളരെയധികം സൗമ്യതയോടുകൂടെ, വളരെ സ്നേഹത്തോടുകൂടെ എല്ലാവരോടും സൗമ്യമായി കടന്നുപോയവരാണ് നമ്മുടെ വല്യപ്പ. അവരുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയും. പലപ്പോഴും നമ്മൾ അനുഭവിച്ചവരാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെള്ളിയാഴ്ചയിൽ നേരത്തെ തന്നെ പള്ളിയിലേക്ക് പുറപ്പെടുക. ഒരു ഏകദേശം 10 മണിയൊക്കെ ആകുമ്പോൾ തന്നെ പള്ളിയിലേക്ക് പോയി അവിടെ ഇരുന്ന് അൽ കഹ്ഫൊക്കെ ഓതി ദുആ ചെയ്യുന്ന ഒരു ശൈലി നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, പള്ളിയിലേക്ക് നേരത്തെ പോയാൽ കിട്ടുന്ന ഒരുപാട് ഗുണങ്ങൾ. രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം ജുമുഅ വരെയുള്ള സമയത്തെ 6 ഭാഗമാക്കി അതിലെ ആദ്യത്തെ ഭാഗത്ത് ഒരാൾ പള്ളിയിലേക്ക് പോയാൽ ഒരു ഒട്ടകം മറുത്ത് സ്വതക്ക ചെയ്ത കൂലി അവനിക്ക് ലഭിക്കുമെന്നാണ്. രണ്ടാമത്തെ ആ ഒരു ഭാഗത്ത് പള്ളിയിലേക്ക് പോയാൽ ഒരു മാടിനെ അറുത്ത് സ്വതക്ക ചെയ്ത കൂലി അവനിക്കുണ്ട്. മൂന്നാമത്തെ ഭാഗം ആ ഒരു സമയത്ത് പള്ളിയിലേക്ക് നേരത്തെ പോയാൽ ഒരു ആടിനെ അറുത്ത് സ്വതക്ക ചെയ്ത കൂലി അവനിക്ക് ലഭിക്കും. നാലാമത്തെ ഭാഗത്ത് ആ ഒരു സമയത്ത് പള്ളിയിലേക്ക് പോയാൽ ഒരു കോഴിയെ അറുത്ത് സ്വതക്ക ചെയ്ത കൂലി അവനിക്ക് ലഭിക്കും. അതിന്റെ 5-ാമത്തെ ഭാഗത്ത് പള്ളിയിലേക്ക് പോയാൽ ഒരു കാടപക്ഷി പോലെയുള്ള ചെറിയ പക്ഷിയെ അറുത്ത് സ്വതക്ക ചെയ്ത കൂലി അവനിക്ക് ലഭിക്കും. അതിന്റെ അവസാന സമയം, അതിന്റെ 6-ാമത്തെ സമയത്ത് പോയാൽ ഒരു കോഴിമുട്ടയെങ്കിലും സ്വതക്ക ചെയ്ത കൂലി അവനിക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഒട്ടകത്തെ അറുത്താൽ കിട്ടുന്ന, അറുത്ത് സ്വതക്ക ചെയ്താൽ കിട്ടുന്ന കൂലി, അല്ലെങ്കിൽ ഒരു മാട് അല്ലെങ്കിൽ ഒരു ആട് അതിനെങ്കിലും അറുത്ത് സ്വതക്ക ചെയ്താൽ കിട്ടുന്ന ആ ഒരു കൂലിയെങ്കിലും ലഭ്യമാകണമെന്ന് കരുതി ഒരു 10 മണി സമയമാകുമ്പോഴേക്ക് തന്നെ പള്ളിയിലേക്ക് ജുമുഅക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറായി പോയി അവിടെ പ്രാർത്ഥനയിൽ മുഴുകുന്ന ആ ഒരു രംഗം ഇന്ന് നമ്മുടെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച ജുമുഅക്ക് വേണ്ടിയുള്ള ഒരുക്കം അത് വ്യാഴാഴ്ച തന്നെ നടത്തും. തലേന്ന് തന്നെ ഒരു കല്യാണത്തിന് ഒരുങ്ങുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പെരുന്നാൾക്ക് ഒരുങ്ങുന്നത് പോലെയുള്ള ഒരുക്കം ആ വ്യാഴാഴ്ച തന്നെ നടത്താറുണ്ട്. നഖം വെട്ടി, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ അലക്കി എല്ലാവിധ തയ്യാറെടുപ്പുകളും വെള്ളിയാഴ്ചക്ക് വേണ്ടി ചെയ്യാറുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ പള്ളിയിൽ കേൾക്കുന്നതാണ് മആശറൽ മുസ്ലിമീന റഹിമക്കുമുല്ലാഹ് അൽ ജുമുഅത്തു ഹജ്ജുൽ ഫഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. ഈ പരിശുദ്ധമായ ജുമുഅയെ പറ്റി പറയുന്നത് അത് ഫുഖറാക്കളുടെ, പാവപ്പെട്ടവരുടെ ഹജ്ജാണ് ജുമുഅ എന്നുള്ളത്. അതുപോലെ തന്നെ മിസ്കീന്മാരുടെയും ഹജ്ജാണ്. അതുപോലെ മുഅ്മിനീങ്ങളുടെ പെരുന്നാൾ സുദിനമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം. ആ ഒരു പെരുന്നാളിന്റെ ലാഘവത്തോടുകൂടെ ഒരു പെരുന്നാളിനെ എങ്ങനെയാണോ കാണുന്നത്, ഒരു പെരുന്നാളുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണോ സന്തോഷം മനസ്സിലുണ്ടാകുന്നത്, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്, അതേ രീതിയിൽ തന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ചയായാൽ അതിന്റെ മുമ്പ് തന്നെ ഒരുക്കങ്ങൾ നടത്താറുണ്ടായിരുന്നു. പള്ളിയിലേക്ക് 10 മണിയാകുമ്പോൾ തന്നെ പള്ളിയിലേക്ക് പോകും. നേരെ പോകാറുള്ളത് ഖബർ സിയാറത്തിന് വേണ്ടിയാണ്. മരണപ്പെട്ടു പോയ അവരുടെ പിതാവിന്റെ ഖബർ, അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മറ്റാളുകൾ,
അവരുടെ അടുത്തൊക്കെ പോയി ഫാത്തിഹയും യാസീനൊക്കെ ഓതി പ്രാർത്ഥിച്ച് അതിനുശേഷം മാത്രമാണ് പള്ളിയിലേക്ക് കയറുക. ഇതെല്ലാ വെള്ളിയാഴ്ചയും കാണുന്ന ഒരു രംഗമാണ്. ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ നിർവഹിച്ച് അതിനുശേഷം മാത്രമാണ് പള്ളിയിൽ കയറി സുന്നത്തൊക്കെ നിർവഹിച്ച് അൽ-കഹ്ഫ് ഓതി പ്രാർത്ഥന നിർവഹിക്കുന്ന ആ രംഗം നമ്മളൊക്കെ കണ്ടിരുന്നു. വളരെ നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ്, മൻ സാറ ഖബ്റ അബവൈ ഔ അഹദിഹിമാ കുല്ല ജുമഅത്തിൻ ഗുഫിറ ലഹു വകുതിബ ബർറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും അവന്റെ മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ ഗുഫിറ ലഹു, അവനിക്ക് അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും, അല്ലാഹു അവനിക്ക് മഗ്ഫിറത്ത് നൽകും, വകുതിബ ബർറാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവനായി അല്ലാഹു അവനെ രേഖപ്പെടുത്തും. അതുകൊണ്ട് ആ ഒരു ഹദീസിന്റെ പൊരുളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായി അത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. കൊറോണ എന്ന മഹാമാരി നമ്മളിലേക്ക് വന്നപ്പോൾ പള്ളികളൊക്കെ അടച്ചു. ജമാഅത്തിന് ആരെയും പള്ളിയിലേക്ക് അനുവദിക്കാത്ത സാഹചര്യങ്ങളുണ്ടായി. അന്നുപോലും വെള്ളിയാഴ്ച ചിലപ്പോഴൊക്കെ പള്ളിയിലേക്ക് പോകാൻ അനുമതിയില്ലാത്ത വെള്ളിയാഴ്ച പോലും അതിന്റെ തലേന്ന് സാധാരണ ചെയ്യുന്നത് പോലെ ഒരുക്കങ്ങളൊക്കെ നടത്താറുണ്ടായിരുന്നു. പലരും ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എത്രമാത്രം ഒരുക്കങ്ങളൊക്കെ നടത്തുന്നത്? വെള്ളിയാഴ്ച ജുമാ ഇല്ലല്ലോ, പള്ളിയിലേക്ക് പോകുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരുങ്ങുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വെള്ളിയാഴ്ചയാണ്, അതിന്റെ മഹത്വങ്ങളെ പറ്റിയാണ്. അപ്പൊ ആ ഒരു നിലക്ക് ജുമാക്ക് പള്ളി തുറന്നാലും ശരി തുറന്നില്ലെങ്കിലും ശരി ആ ജുമായുമായി ബന്ധപ്പെട്ട് അതിന്റെ ആദാബുകൾ, അതിന്റെ മര്യാദകളൊക്കെ വളരെ കൃത്യമായി പാലിച്ചിരുന്നവരായിരുന്നു. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തെ വളരെയധികം പ്രാധാന്യത്തോടെ കൂടെ കാണുകയും അതിനെ ആദരിക്കുകയും ചെയ്തിരുന്നു. അവസാന സമയത്ത് രോഗശൈലിയിൽ കിടക്കുമ്പോൾ പലപ്പോഴും വെള്ളിയാഴ്ച ജുമാക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അന്നൊരു ദിവസം വെള്ളിയാഴ്ച കൊറോണ കാരണം പള്ളികളൊക്കെ അടച്ചിട്ട സമയമാണ്. ആരെയും ജമാഅത്തിനോ ജുമാക്കോ പള്ളിയിലേക്ക് അനുവദിക്കാത്ത സമയം. പല കുട്ടികളും വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന സാഹചര്യം. അന്നേരം ജുമാക്ക് വേണ്ടി പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു. ജുമാ നടക്കുന്ന ഏകദേശ സമയമായപ്പോൾ പല കുട്ടികളും വീട്ടിൽ നിന്ന് ശബ്ദങ്ങൾ ഉണ്ടാക്കിയപ്പോൾ സംസാരിക്കാൻ പോലും പ്രയാസപ്പെട്ടുകൊണ്ട് കൃത്രിമമായി ശ്വാസം വിടാൻ ഉപകരണങ്ങൾ തന്റെ കഴുത്തിൽ ഘടിപ്പിച്ച സമയത്ത് പോലും സംസാരിക്കരുത് എന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. അതിനെ നമ്മൾ ആദരിക്കണം, അതിനെ നമ്മൾ ബഹുമാനിക്കണം, നിസ്സാരമായി കാണരുത് എന്ന് ഒരു കുറിപ്പെഴുതി ആ കുട്ടികൾക്ക് കൊടുത്ത രംഗം ഇന്ന് ഞാൻ അത് ഓർത്തു പോവുകയാണ്. അതുപോലെ തന്നെ രോഗശൈലിയായി കിടക്കുന്ന സമയത്ത് വീടിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ നിർമ്മാണ പ്രവർത്തന തൊഴിലാളികളൊക്കെ വന്നിട്ടുണ്ട്. അന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. ജുമാക്ക് ബാങ്ക് കൊടുത്തു. ജുമാ തുടങ്ങുന്ന സമയമായപ്പോൾ ആ നിർമ്മാണം നടത്തുന്ന തൊഴിലാളികൾ ആ പണിയിൽ തന്നെ വ്യാപൃതനായപ്പോൾ ഇതുപോലെ ഒരു എഴുത്തെഴുതി കുടുംബക്കാരെ അറിയിച്ചു, തൽക്കാലം ജുമാ കഴിയുന്നത് വരെ ആ പണി അവിടെ നിർത്തിവെക്കണം. ജുമാ കഴിഞ്ഞതിന് ശേഷം ആ പ്രവർത്തനം തുടർന്നാൽ മതി എന്നവരെ അറിയിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ വെള്ളിയാഴ്ചയോട് അതിന്റെ ആ ഒരു മഹത്വത്തോടൊക്കെ വല്ലാത്ത ആദരവും സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരുന്നു. വല്ലാത്ത തവക്കുലോടുകൂടെയാണ് അവരുടെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴും അതിനൊക്കെ തരണം ചെയ്തു ക്ഷമയോടുകൂടെ തവക്കുലോടുകൂടെ ആരോടും ഒരു പരാതിയോ പരിഭവമോ ഒന്നും തന്നെ പറഞ്ഞതായി ഇന്നുവരെ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയൊരു മാരകമായ ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗം പിടിപെട്ട സമയത്ത് പോലും ശ്വാസം കിട്ടാതെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതം തള്ളി നിൽക്കുമ്പോൾ പോലും പലപ്പോഴും കണ്ടു നിൽക്കുന്ന നമുക്ക് പോലും വളരെയധികം സങ്കടം വന്ന നിമിഷത്ത് പോലും അള്ളാഹു എനിക്കിങ്ങനെ രോഗം തന്നല്ലോ, അള്ളാഹു എന്നെ ഇടങ്ങറാക്കിയല്ലോ, ഞാനാകെ പ്രയാസപ്പെട്ടല്ലോ, അള്ളാഹു എനിക്ക് മാത്രമാണ് ഇങ്ങനെ തന്നത്, ഇങ്ങനെ സാധാരണ നിലയിൽ
സാധാരണ മനുഷ്യന്മാർ പറയുന്ന തരത്തിലുള്ള യാതൊരു ആവലാതിയോ പങ്കുവച്ചതായി കേട്ടിട്ടില്ല. എല്ലാം വളരെ ക്ഷമയോടുകൂടെ, സഹനത്തോടുകൂടെ, തവക്കലോടുകൂടെ നേരിടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം വളരെ അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവനിക്ക് ഖൈറാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലൽ മുഅ്മിനീൻ, വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനീൻ. ഈ ഒരു ഗുണം അത് മുഅ്മിന് മാത്രമാണ് ലഭിക്കുകയുള്ളൂ. ഇന്ന സ്വാബതുഹു സറാഉ ശകറാ, ആ മുഅ്മിനായ മനുഷ്യൻക്ക് ഒരു സന്തോഷത്തിന്റെ നിമിഷങ്ങൾ വന്നാൽ ശക്കറ, അവൻ അല്ലാഹുവിനെ മറന്നു പോകൂല, അവൻ അല്ലാഹുവിന് വേണ്ടി ശുക്ർ ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അതവനിക്ക് ഖൈറാണ്. വഇൻ അസാബതുഹു ളറാഉ സബറാ, ഒരു മനുഷ്യനിക്ക് മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ സ്വബറ, അവൻ അസ്വസ്ഥത പ്രകടിപ്പിക്കൂല, അവൻ അതിന്റെ പേരിൽ പ്രയാസങ്ങൾ പങ്കുവെക്കൂല. അവൻ സ്വബറ, അവൻ ക്ഷമിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഫകാന ഖൈറൻ ലഹു, അതും അവനിക്ക് ഖൈറാൻ. പ്രയാസങ്ങൾ ഉണ്ടായാൽ അതിൽ ക്ഷമിക്കുക, സന്തോഷമുണ്ടായാൽ അതിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ശുക്ർ ചെയ്യുക. സന്തോഷമുണ്ടായാലും പ്രയാസമുണ്ടായാലും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കഴിയുക. ഇത് മുഅ്മിന് മാത്രമാണ് കഴിയുക. ഈ ഒരു മുഅ്മിനിന്റെ ഗുണം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും അക്ഷമനായിട്ടില്ല, ഒരിക്കൽ പോലും പ്രയാസങ്ങൾ പങ്കുവച്ചിട്ടില്ല. ക്ഷമയോടുകൂടെ മുന്നോട്ട് പോയി. ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചത് കൊണ്ടായിരിക്കാം അവരുടെ അവസാന നിമിഷം, ആ ഒരു അന്ത്യം അത് നല്ലതായി മാറിയത്. പരിശുദ്ധമായ ദീനിനോടും പണ്ഡിതന്മാരോടും മുതഅല്ലിമീങ്ങളോടും വെള്ളിയാഴ്ച പോലെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളോടൊക്കെ ഒരു ആദരവും ബഹുമാനവും പ്രകടിപ്പിച്ചത് കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന, മരണപ്പെട്ടു പോകുമ്പോൾ ലഭ്യമാകുന്ന എല്ലാ ഗുണങ്ങളും അവർക്ക് ലഭ്യമായിട്ടുണ്ട്. ഒരു ഏകദേശം വ്യാഴാഴ്ച വൈകുന്നേരം 5:42 അവർ നമ്മോട് വിട പറയുന്നത്. ആ വിട പറയുന്ന സമയത്ത് അന്ന് വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിൽ മരണപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅത്തി ഔ ലൈലത്തുൽ ജുമുഅത്തി ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത്തുൽ ഖബർ. ഏതൊരു മനുഷ്യനും വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലോ മരണപ്പെട്ടു പോയാൽ ഖബറിലുള്ള എല്ലാവിധ അദാബുകളെ തൊട്ടും അവൻ സുരക്ഷിതനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ആ വെള്ളിയാഴ്ച രാവിലെയുള്ള അതിന്റെ മഹത്വം അതിനെ പരിഗണിച്ചുകൊണ്ട് വ്യാഴാഴ്ച അസറിന് ശേഷവും വെള്ളിയാഴ്ച രാവിലേക്ക് പരിഗണിക്കപ്പെടുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മരണം നടക്കുന്നത് ആ വെള്ളിയാഴ്ച രാവിലാണ്. ജീവിതത്തിൽ വളരെയധികം ഇഷ്ടപ്പെട്ട, സ്നേഹിച്ച ആ ഒരു വെള്ളിയാഴ്ച രാവിലാണ് അവർ ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത്. മരണസമയത്ത് സംസാരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു അസർ ബാങ്ക് കൊടുത്തതിന് ശേഷം അവരുടെ ചുണ്ടിൽ വളരെയധികം ശ്രദ്ധിച്ചു നോക്കിയാൽ ശബ്ദം പുറത്തോട്ട് വരാത്ത രൂപത്തിൽ നാവ് കൊണ്ടിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ പറയുന്നത് പോലെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ശബ്ദമുയർത്തി സംസാരിക്കാൻ പ്രയാസമുണ്ടായിട്ട് പോലും ആ നാവിനെ ചലിപ്പിച്ചുകൊണ്ട് ആരും പറഞ്ഞു കൊടുക്കാതെ, നിർബന്ധിപ്പിക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അന്ത്യവാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്ത് തൗഹീദായാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നല്ല, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവരുടെ അവസാന വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായിരുന്നു.
മരണപ്പെട്ടപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ അവരുടെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി. ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ മുഖത്ത് പുഞ്ചിരി എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാൾ ഉപരി വല്ലാത്ത ഒരു പുഞ്ചിരി. എല്ലാവരും വന്നുകൊണ്ട് കാണുമ്പോൾ എല്ലാവർക്കും തോന്നിപ്പോകും ഇത് എന്നോട് ചിരിക്കുകയാണോ. ആ ഒരു നിലക്ക് വല്ലാത്തൊരു പുഞ്ചിരി മരണപ്പെട്ട് കിടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന്റെ ഒരു ബൈത്തിൽ നമുക്ക് കാണാൻ കഴിയും, പുഞ്ചിരി ഹബീബേ സ്വാലിഹിന്റെ അടയാളമാ, അതുമാത്രമല്ല സുറൂറിലേക്ക് ലക്ഷ്യമാ, മയ്യത്ത് ചിരിക്കുന്നെന്ന് കണ്ടാൽ നല്ലതാ, അതിനാഖിറത്തിൽ വളരെ സുഖമെന്നുള്ളതാ. ഒരു മയ്യത്ത് ചിരിച്ചുകൊണ്ടാണ് കിടക്കുന്നതെങ്കിൽ ആഖിറത്തിൽ വളരെയധികം സുഖമുണ്ട്. ആഖിറം രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്നില്ല, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ വിട പറയുമ്പോൾ എന്തൊക്കെ നല്ല ലക്ഷണങ്ങളാണോ ഉണ്ടാവേണ്ടത് ആ ലക്ഷണങ്ങളൊക്കെ അവരിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരിക മരണപ്പെടുന്ന സമയത്ത് ആ ഒരു ലക്ഷണം കണ്ടിരുന്നു. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന്റെ ബൈത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഖൈറായ മൗത്തിന് ലക്ഷണം ചിലതുണ്ട്, തിരുവചനമായവകൾ മശാരിഖിലുണ്ട്, നെറ്റിത്തടം വിയർക്കുന്നതേറ്റം നല്ലതാ, കണ്ണിന്റെ വെള്ളമലിക്കലും ഖൈറുള്ളതാ, മൂക്കിന്റെ ദ്വാരം വീർത്ത് കണ്ടാലും അത് ശുഭലക്ഷണത്തിൽ തന്നെയാണെന്ന്, ശുഭലക്ഷണത്തിൽ തന്നെയാണെന്നതും, അറുത്തിട്ട ഒട്ടകം പോലവൻ വലിക്കുന്നതും, കവിൾവായിൽ നിന്നും പതായിറങ്ങി വരുന്നതും, വർണ്ണം ചുവന്ന ശരീരമായി കാണുന്നതും, ദുർലക്ഷണം എന്ന ഹദീസിൽ വന്നതും. അപ്പൊ ഇങ്ങനെയുള്ള മരണത്തിന്റെ അടയാളങ്ങൾ, നല്ലവരാണെങ്കിൽ നല്ല അടയാളങ്ങൾ കാണും, മോശപ്പെട്ടവരാണെങ്കിൽ മോശമായ അടയാളങ്ങൾ കാണും. ഇതിലെ നല്ല അടയാളങ്ങൾ മരണപ്പെടുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞിരുന്നു. പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാണ് വിട പറഞ്ഞു പോയത്. നിരന്തരമായി തുടർച്ചയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് ഇങ്ങനെ ചലിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. മരണപ്പെട്ടപ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നിട്ടുണ്ടായിരുന്നു. മരണപ്പെട്ട് കിടക്കുമ്പോൾ ആ ഒരു നല്ലൊരു പുഞ്ചിരി അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇങ്ങനെ എല്ലാവിധ മുത്തഖീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് മരണപ്പെടുന്ന സമയത്ത് ഉണ്ടാകേണ്ടുന്ന ഗുണങ്ങളൊക്കെ സമ്മേളിച്ചവരായിരുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാത പിൻപറ്റി ജീവിക്കാൻ ശേഷിക്കുന്ന നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അദാബുകളിൽ തൊട്ടും അല്ലാഹു അവരെയും നമ്മയും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.